കൂടി അപ്പം നമുക്കൊരു ആപ്രോൺ പിന്നെ ഷെഫ് ക്യാപ്പും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഫ്രൂട്ട്സ് ഡേൻ്റെ ഒരു വിശേഷങ്ങൾ മേക്കിങ് ചെയ്യുന്നൊരു സംഭവം കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഷാർട്ട് പേപ്പർ എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ ഈ റിബണില്ലേ, റിബൺ നമ്മുടെ ഒരു ഓട്ട ഇട്ടിട്ട് റിബൺ നമുക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് സൈഡിൽ ഞാൻ ഓട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ വീട്ടിൽ കാണുന്ന പോലെ രണ്ട് ഇങ്ങനെ ഒരു കേവ് വേണം കേട്ടോ. അപ്പം ഇനി നമുക്ക് ഗ്ലൂ ഇട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഉണ്ടോ വേണ്ടത്. ഇതേപോലെ തന്നെ കട്ടയൊക്കെ ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇനി നമുക്ക് ഈ സൈഡിലൊക്കെ ഒന്ന് കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളൊക്കെ ആക്കാൻ വേണ്ടി ഞാൻ റിബണും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അനിയത്തിൻ്റെ ഫ്രൂട്ട്സ് ഡേക്ക് ഞാൻ ഉണ്ടാക്കിയ ആപ്രോണും പിന്നെ നമ്മുടെ ഈ ഷെഫിൻ്റെ തൊപ്പിയാണ് കേട്ടോ. ഇത് നമ്മുടെ സാധാ റിബണാണ്, നമ്മൾ ഈ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആക്കിയതിന് ശേഷം നമ്മൾ ഈ ആപ്രോൺ ഇടാനും വേണ്ടി നമ്മളൊരു റിബൺ കൊണ്ട് തന്നെ അതേപോലെ ഈ വീട്ടിൽ കാണുന്ന പോലെ രണ്ട് സൈഡിലും ഫെവിക്കോൾ ഒട്ടിച്ച് ഗ്ലൂ ഇതാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ സൈസൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് നമ്മളവിടെ ഒന്ന് ഒരു പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കേണ്ടത്. ഇനി അതും കുറച്ചും കൂടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിബൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏത് ഗം യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഫെവിക്കോളാണ്. അതേപോലെ ഈ സൈഡിലും രണ്ട് സൈഡിലും കൂടി അങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ മുകളിലും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇനി ഈ ഒരു പേപ്പർ കൊണ്ട് സ്പൂണ്, ഫോക്ക്, നൈഫ് ഉണ്ടാക്കാം. ഇനി നമ്മുടെ ഷെഫിൻ്റെ ക്യാപ്പ് അഥവാ തൊപ്പി ഉണ്ടാക്കാൻ പോവാണ്. വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കൊരു സ്കെയിൽ കൊണ്ടൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ആദ്യം. അപ്പം ഇനി നമുക്ക് ഇതേപോലെ അങ്ങനെ നമ്മൾ സ്കെയിൽ എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ബിഗ് സ്മോൾ അങ്ങനത്തെ ഇതിലിട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എങ്ങനെ കട്ട് ചെയ്യേണ്ടത്? ഇപ്പം തന്നെ കട്ട് ചെയ്യേണ്ട. ഇനി നമുക്ക് ആ വരച്ചതില്ലേ അതേപോലെ ആ വരച്ചതിനെ തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ ലൈൻ ഇട്ടതാണ് നമ്മൾ മുറിക്കേണ്ടത് കേട്ടോ. ഈ രണ്ടെണ്ണം പോയാണ്ട് മുറിക്കാൻ പാടില്ല, ഓരോ നൂല് ആക്കാൻ പാടില്ല. ഈ രണ്ടെണ്ണം അയച്ച് മുറിച്ച് പോകണം. എന്നിട്ട് നമുക്ക് വെച്ചിട്ട് അത് കട്ടി പോലെ നിൽക്കുകയാണ്, ക്യാപ്പ് ആവണില്ല എന്നുണ്ടെങ്കിൽ ആ സൈഡത്തെ നടുവത്തും കൂടി മുറിക്കട്ടോ. ഇനി റിബൺ കൊണ്ട് കുറച്ചും കൂടി ഡെക്കറേഷൻ ചെയ്തിട്ട് നമ്മുടെ മാസ്റ്റർ ഷെഫാണല്ലോ, അതിൻ്റെ ക്യാപ്പായതുകൊണ്ട് അതും കൂടി ഒട്ടിച്ച് നമ്മൾ ഷെഫിൻ്റെ പരിപാടികൾ ചെയ്യാം. അപ്പം ഇങ്ങനെ ഹനിയത്തിൻ്റെ കപ്പ